ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. മുന്നണികളും സ്വതന്ത്രരും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന് ആക്കം കൂട്ടി. ജില്ലയിലെ 52 പഞ്ചായത്തുകൾ, 2 നഗരസഭകൾ, 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത് എന്നിവയിലേക്കായി ആകെ 3102 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 1550 പുരുഷന്മാരും 1552 സ്ത്രീകളുമുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ 61, ബ്ലോക്ക് പഞ്ചായത്തിൽ 310, ഗ്രാമപഞ്ചായത്തിൽ 2496, കട്ടപ്പന, തൊടുപുഴ നഗരസഭകളിലായി 235 എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ എണ്ണം. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്കെത്തി. ഇടുക്കിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. വോട്ടെടുപ്പ് കേന്ദ്രങ്ങളുടെ ഒരുക്കങ്ങളും ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ജില്ലാ ഭരണകൂടം സജീവമായി രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ 10 കേന്ദ്രങ്ങളിലായി 1800 ഉദ്യോഗസ്ഥർക്കുള്ള ഹരിത തെരഞ്ഞെടുപ്പ് പരിശീലനങ്ങൾ പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഹരിതചട്ടം കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ജില്ലയിലുടനീളം പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കി. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കായി പോസ്റ്റൽ ബാലറ്റുകളുടെ വിതരണം ആരംഭിച്ചു. വോട്ടിംഗ് മെഷീനുകളുടെ വിതരണവും സ്വീകരണവും വോട്ടെണ്ണലും ബ്ലോക്ക്, മുനിസിപ്പൽ കേന്ദ്രങ്ങളിലെ 10 ഇടങ്ങളിൽ വെച്ച് നടക്കും. യുവജനങ്ങളുടെ വോട്ടിംഗ് പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമായി ഇടുക്കിയിൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് യൂത്ത് വോട്ടിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയായ ലീപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ശ്രദ്ധേയമായ സംരംഭം. ഒരു പൗരന്റെ അടിസ്ഥാന അവകാശവും ഉത്തരവാദിത്തവുമാണ് വോട്ട് എന്ന സന്ദേശം യുവ സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് ഫെസ്റ്റിവലിന്റെ പ്രധാന ലക്ഷ്യം. ക്വിസ് മത്സരങ്ങൾ, നാടൻ കളികൾ, ഷോർട്ട് ഫിലിം പ്രദർശനം, ഇന്ററാക്റ്റീവ് സെഷനുകൾ തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി നടന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ, വോട്ടിന്റെ മൂല്യം, രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് എന്നിവയെക്കുറിച്ച് അവബോധം നൽകാൻ ഫെസ്റ്റിവൽ സഹായകമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മലയോര ജില്ലയായ ഇടുക്കിയിൽ മുന്നണികളുടെയും പ്രചാരണം കൊടുമ്പിരി കൊണ്ടു. UDF, NDA, LDF മുന്നണികൾ ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് തല കൺവെൻഷനുകൾ പൂർത്തിയാക്കി. ഹൈറേഞ്ചിലെ തണുപ്പും ലോറേഞ്ചിലെ ചൂടും വകവയ്ക്കാതെ തെരഞ്ഞെടുപ്പ് രംഗം അക്ഷരാർത്ഥത്തിൽ സജീവമാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയ നോട്ടീസുകളുമായി ബൂത്ത് തല പ്രചാരണങ്ങൾക്ക് പുറമെ സ്ഥാനാർത്ഥികൾ വീടുകൾ കയറിയുള്ള വോട്ട് അഭ്യർത്ഥനയിലാണ്. വരും ദിവസങ്ങളിൽ വോട്ട് സ്ലിപ്പുകളുമായുള്ള വീട് കയറ്റം തുടങ്ങും. ബോർഡ് ചുവരെഴുത്തുകൾക്കും നേരിട്ടുള്ള വോട്ടഭ്യർത്ഥനകൾക്കും പുറമെ സാമൂഹിക മാധ്യമങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ശക്തമായി തുടരുന്നു. മാലിന്യ കൂമ്പാരങ്ങളില്ലാത്ത നല്ല കാലത്തിന്റെ ഓർമ്മകൾ പുതുക്കി ഹരിത തെരഞ്ഞെടുപ്പ് സന്ദേശവുമായി ഇടുക്കി ജില്ലാ ശുചിത്വ മിഷന്റെ ഹരിത വോട്ട് വണ്ടി ശ്രദ്ധ നേടി. പൊതുജനങ്ങളിലേക്കും രാഷ്ട്രീയ പ്രവർത്തകരിലേക്കും ഹരിത ചട്ടപാലനത്തിന്റെ പ്രാധാന്യം എത്തിക്കുന്നതിനായാണ് ശുചിത്വ മിഷൻ ഈ വ്യത്യസ്ത പ്രചാരണ രീതി സ്വീകരിച്ചത്. കാളവണ്ടിയിൽ തയ്യാറാക്കിയ ഈ സന്ദേശവാഹനത്തിൽ കോട്ടൺ തുണിയിൽ എഴുതിയ സന്ദേശ ബോർഡുകളും പനയോല മേഞ്ഞ മേൽക്കൂരയുമെല്ലാം പഴയ കാലത്തിന്റെ ഓർമ്മ പുതുക്കി. കഴിഞ്ഞ കാലത്തെ ഓർമ്മിപ്പിക്കലിനൊപ്പം പുതിയ തലമുറയ്ക്ക് ഹരിതചട്ടം പാലിക്കേണ്ടതിന്റെ അനിവാര്യത മനസ്സിലാക്കാനും ഈ സംരംഭം ഉപകരിക്കും. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് 2ാം മൈൽ വ്യൂ പോയിന്റും പരിസര പ്രദേശങ്ങളും. മലനിരകളെ പുണർന്നിറങ്ങുന്ന കോടമഞ്ഞും തേയിലച്ചെടികളാൽ പച്ചപ്പണഞ്ഞ മലഞ്ചെരിവുകളും 2ാം മൈലിനെ സഞ്ചാര സൗഹൃദമാക്കുന്നു. മൂന്നാറിലേക്കുള്ള യാത്രയിൽ 2ാം മൈലിൽ ഇറങ്ങി വിശ്രമിച്ചും ചിത്രങ്ങൾ പകർത്തിയുമാണ് സഞ്ചാരികൾ സാധാരണയായി യാത്ര തുടരാറ്. ഇടയ്ക്കിടെ വീശുന്ന തണുത്ത കാറ്റും മഴ പെയ്താൽ പ്രദേശമാകെ മൂടുന്ന മഞ്ഞും ഇവിടത്തെ പ്രത്യേകതയാണ്. തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ദൂരേക്ക് പരന്നു കിടക്കുന്ന മനോഹര ദൃശ്യം ഇവിടെ നിന്നും ആസ്വദിക്കാം. മഴ മാറിയതോടെ മൂന്നാർ സഞ്ചാരികളാൽ സജീവമായി മാറുകയാണ്. 2ാം മൈലും പതിയെ തിരക്കിലാകും. കോടമഞ്ഞ് ആവരണം ചെയ്യുന്ന ഈ സ്ഥലത്തിന്റെ അതിമനോഹരമായ ദൃശ്യം സഞ്ചാരികൾക്ക് എത്ര കണ്ടാലും മതിയാകില്ല. ജില്ലാ വൃത്താന്തം സമാപിച്ചു.